കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരടുപ്പുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്നത്. ഒന്നരയ്ക്ക് കാലിൻ്റെ ആംഗ്ലർ, ഒരു പഴയ ഒരു ആംഗ്ലർ ഞങ്ങൾ ആക്രിക്കടയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ആക്രിക്കടയിൽ നിന്ന് ഞങ്ങളത് ഒരു ഒന്നരക്കിട ഏകദേശം ഒരു 8 അടി നീളത്തിലുള്ള ഒരു പീസ് ഞങ്ങൾക്ക് കിട്ടി. ആ പീസ് വിട്ടിട്ട് ഞങ്ങളത് കൊണ്ടുവന്നിട്ട് അത് ഒരു 10 ഇഞ്ച് നീളത്തിന് 3 കാല് ഞങ്ങൾ മുറിച്ചായിരുന്നു. 10 ഇഞ്ച് നീളത്തിന് 3 കാല് മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് കോണായിട്ടാണ് ഈ അടുപ്പുണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഞങ്ങളാണെങ്കിൽ അത് ഈ ഒരു പീസ് മുറിച്ചിരിക്കുന്നത് ഞങ്ങൾ 14 ഇഞ്ചിനാണ്. 3 പീസും 14 ഇഞ്ചിന് വീതം ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു ആ ടേപ്പർ ഞങ്ങൾ സാധാരണ രീതിയിലുള്ള ടേപ്പറല്ല, ഈ ടേപ്പർ ഇച്ചിരി കൂടുതൽ വേണം. ആ ടേപ്പർ കൂടുതൽ മുറിച്ച് വെച്ച് ഞങ്ങളത് ആ 3 ഒരുപോലെ ആക്കി വെച്ചിട്ട് അത് പീസ് ഓരോ 3 പീസും വെച്ചിട്ട് ഞങ്ങളത് ടാക്കി അടിച്ച് വെച്ചു. ഇപ്പം ചെയ്യുന്നത് ആ പീസ് ആണെങ്കിൽ ഇപ്പം വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോയിൻറ്റ്, ആ 3 ജോയിൻ്റ് ഉണ്ട്. 3 ജോയിൻറ്റ് നല്ലതായിട്ട് വെൽഡ് ചെയ്യണം. അതിനകത്താണ് ഏകദേശം ഒരു കലം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 500 ടൺ വരെ ഇതിനകത്തിരിക്കും. അതുപോലെ നല്ല ബലമാണ്. അത്രയും വെയിറ്റൊന്നുമില്ല. ഇതൊരു അങ്ങേയറ്റം വന്നാൽ ഒരു 2 കിലോ അരിയുടെ ഒരു 2 പോലെ 3 കിലോ അരിയുടെ ഒരു വെയിറ്റുള്ള കലം വെക്കാൻ വേണ്ടിയാണ് അത് സാധാരണ രീതിയിലുള്ള അടുപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പം അതിൻ്റെ അടുപ്പിൻ്റെ 3 സൈഡ് ഭാഗം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം അകത്തിൻ്റെ പണിയെല്ലാം തുടങ്ങി. ഇപ്പം ഞങ്ങൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ 3 മൂലയ്ക്ക് ഓരോ കാല് വേണമായിരുന്നു. ഈ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 3 കാല് ഞങ്ങളത് പിടിപ്പിക്കും. ഒരു സൈഡിലത്തെ വെൽഡിങ്ങും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സൈഡിലത്തെ വേറൊരു മൂലയ്ക്കത്തെ വെൽഡിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 സൈഡിലത്തെ വെൽഡിങ് കഴിഞ്ഞു. ആ വെൽഡിങ്ങിന് തന്നെ അത് പൊങ്ങി വരും. അത് ഞങ്ങളത് ആ ഒരു റാഡിൻ്റെ ഒരു കുറ്റി കൊണ്ട് ഞങ്ങളത് ഇതൊക്കെ ഞങ്ങളത് തോണ്ടിയെടുക്കും. ഇതിപ്പോൾ 3ാമത്തെ ജോയിൻറ്റ് വെൽഡ് ചെയ്യുകയാണ്. 3ാമത്തെ ഇതും അതുപോലൊക്കെ തന്നെയാണ്. ഇതും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെക്സ് അത് തന്നെ പൊളിഞ്ഞു പോവും. അത് ആ റാഡ് കൊണ്ട് പൊളിച്ച് ഞങ്ങൾ കളയാം. ഇപ്പോൾ ആണെങ്കിൽ ഒരു 10 ഇഞ്ച് നീളത്തിലാണ് ഞങ്ങളിപ്പോൾ ആ കാല് മുറിക്കാൻ പോകുന്നത്. 10 ഇഞ്ച് എന്നുവെച്ചാൽ അത് മൊത്തം വെച്ച് കഴിയുമ്പോൾ 1 അടി പൊക്കം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 10 ഇഞ്ചിൻ്റെ. അത് മറ്റേ ആണെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ ആംഗിളിലാണ് തള്ളിയിരിക്കുന്നത്.
അങ്ങനെ കാല് 3 മുറിച്ചിരിക്കുകയാണ്. ഇനി ആ കാലങ്ങോട്ട് വെച്ചിട്ട് ആ റൈറ്റ് ആംഗിൾ വെച്ച് ഞങ്ങളത് ലെവൽ ചെയ്യും. റൈറ്റ് ആംഗിൾ വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു ടാക്ക് അടിച്ച് വെക്കും. ടാക്ക് അടിച്ച് കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ ഫുൾ വെൽഡിങ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. മൂന്ന് കാലിലും ഞങ്ങളത് വെച്ച് സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ 3 കാലും നല്ല വൃത്തിയായിട്ട് വെൽഡ് ചെയ്യണം. നല്ല ബലമായിട്ട് നല്ല വെൽഡ് ചെയ്യണം. ആ കാലിൻ്റെ അകവും പുറവും തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബലമായിക്കൊള്ളും. എത്ര കിലോ വെയിറ്റ് വേണമെങ്കിലും നമുക്കതിനകത്ത് വയ്ക്കാം. നല്ല കട്ടിയുള്ള ആംഗ്ലറാണ്. 1.5 കാലിൻ്റെ ആംഗ്ലറാണ്. ഇപ്പോൾ അടുപ്പിൻ്റെ കാല് 3 കാലും കൂടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 എണ്ണത്തിൻ്റെ വെൽഡിങ് കഴിഞ്ഞ് ഇനി 1 എണ്ണത്തിൻ്റെ വെൽഡിങ് കൂടെ ചെയ്യാനുണ്ട്. അങ്ങനെ അടുപ്പിൻ്റെ ഫുൾ വെൽഡിങ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുപ്പിന് 3 കോണായിട്ട് വെക്കുന്ന ആ അടുപ്പിൻ്റെ 3 കാലും ഞങ്ങളത് എല്ലാം വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വെൽഡ് ചെയ്ത ഭാഗമെല്ലാം ഇനിയും ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. നല്ല വൃത്തിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതെല്ലാം പെയിൻറ്റ് ചെയ്യണം.
ഇപ്പം ഗ്രൈൻഡ് ചെയ്യുന്ന മുഴുവനും തുരുമ്പടിച്ചിരിക്കുകയാണ്. ആ പഴയ അവിടെ മഴയത്ത് വെയിലത്തെല്ലാം കിടന്ന ആംഗ്ലറാണ്. അതെല്ലാം തുരുമ്പടിച്ച സാധനം. അത് മൊത്തം ഗ്രൈൻഡ് ചെയ്യാം. സൈഡെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാലേ അത് വൃത്തിയാകത്തുള്ളൂ. അതിന് ശേഷം ഇതെല്ലാം കൂടെ പെയിൻറ്റ് ചെയ്യണം. അടുത്ത് ഇനിയും ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിങ് ആണ്. ഇപ്പം പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൂന്ന് കാലും വെൽഡിങ് എല്ലാം കഴിഞ്ഞ ശേഷം അത് പെയിൻറ്റ് ചെയ്ത് ഗ്രേ ആണ് അടിക്കുന്നത്. അപ്പോക്സി ഗ്രേ ആണ് ഞങ്ങൾ ഇതിന് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വർക്കെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു മുക്കോണം ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുമായി അടുത്തത് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സാധനം ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നിങ്ങൾ